അങ്ങനെ രാവിലെ തന്നെ നന്ദിനി കിച്ചണിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ ട്ടോ. അപ്പോൾ രാജേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിലുള്ള തക്കാളി ഓരോ കാര്യങ്ങളെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ ട്ടോ. അപ്പോൾ നന്ദിനിക്ക് പെട്ടെന്ന് കൈ മുറിയാണ്. എന്ന് പറഞ്ഞ് അവൾ കൈ വലിക്കാണ്ട്. അപ്പോൾ രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കൈ മുറിഞ്ഞു, നോക്കട്ടെ ബ്ലഡ് വരുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. ഇല്ലേ രേച്ചേട്ടാ, ചെറുതായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, മനസ്സ് വിഷമിച്ച് ഓരോ പണികൾ എടുത്തിട്ടാ മോളെ ഇങ്ങനെ ഉണ്ടാവുന്നത്. എന്താണെന്നറിയില്ല രാജേട്ടാ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഉറക്കം വന്നില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. വിളിച്ചാലും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, കരച്ചിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരിക്കുന്നത് എന്ന് പറയാണ്. നീ വിളിക്കുമോളെ, നിങ്ങൾ അച്ഛനും മക്കളും പരസ്പരം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേയുള്ളൂ. നിങ്ങളുടെ സങ്കടമൊക്കെ ഞങ്ങളെ പറഞ്ഞു തീരട്ടെ എന്ന് പറയാണ്. എന്നിട്ട് രാജുവേട്ടന് ഫോൺ എടുത്തിട്ട് നന്ദിനിക്ക് കൊടുക്കാൻ ട്ടോ. അങ്ങനെ നന്ദിനി അച്ഛനെ വിളിക്കാണ്. അതേസമയം അച്ഛനും മക്കളും മുത്തശ്ശിയും കൂടി ആ ലോറിയിൽ സാധനങ്ങളും പെറുക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ ട്ടോ. ഫോൺ റിങ് ചെയ്ത് കേട്ടിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, ആരാണ് അച്ഛൻ? അത് നന്ദിനിയാണ് മക്കളെ എന്ന് പറയാൻ. ഫോൺ എടുക്കുന്നില്ല അച്ഛൻ. എനിക്ക് അവളോട് സംസാരിക്കാൻ വയ്യ. നമ്മൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണെന്ന് അവൾ അറിഞ്ഞാൽ അവൾ ആകെ വിഷമിക്കും. അല്ലെങ്കിൽ തന്നെ എൻ്റെ കുഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇനി നമ്മുടെ വിഷമം കൂടി അറിഞ്ഞാൽ അവൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അവളെ ഫോൺ എടുക്കുന്നില്ല, ഞാൻ അവളോടൊന്നും പറയുന്നില്ല എന്ന് പറയാണ്. ഈശ്വര, വല്ലാത്തൊരു ഗതികേടായിപ്പോയല്ലോ, എനിക്ക് എൻ്റെ കുഞ്ഞിനോട് കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വല്ലാണ്ട് വിഷമിക്കാൻ ട്ടോ. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, പറയേണ്ട മക്കളെ, നമുക്ക് സങ്കടമാണെന്നറിഞ്ഞാൽ അവൾ അവിടെ നിന്നും ഓടിയെത്തും. പിന്നെ എന്തൊക്കെയാ സംഭവിക്കുക എന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ. ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത് എന്ന് പറഞ്ഞ് മുത്തശ്ശി കരയാൻ ട്ടോ. കൂടെ നന്ദിനിയുടെ അനിയത്തിമാരും കരയാണ്. അങ്ങനെ അവർ യാത്രയാകാൻ ട്ടോ. അതേസമയം നന്ദിനി ആട്ടെ ഫോൺ എടുക്കുന്നില്ല രാജുവേട്ടാ എന്ന് പറയാണ്. അപ്പോൾ രാജു പറയുന്നുണ്ട്, അവർ ചിലപ്പോൾ തെങ്ങിൻ തൊപ്പിലെ പണിയുടെ തിരക്കിലായിരിക്കും മോളെ. നിന്റെ നമ്പർ കാണുമ്പോൾ അവർ എന്തായാലും തിരിച്ചു വിളിക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവർ വിളിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോവാണ്. പിന്നീട് നന്ദിനി ആ ഫോൺ അവിടെ വെച്ച് അവളുടെ ജോലിയെല്ലാം കണ്ടിന്യൂ ചെയ്യാൻ. ശേഷം കാണിക്കുന്നത് രാത്രിയിലെ സൂര്യയാണ്. അവൻ സോഫയിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ അച്ഛൻ യതീന്ദ്രൻ സാർ അങ്ങോട്ടേക്ക് വരുന്നത്. വാ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കാൻ ട്ടോ. അപ്പോൾ അദ്ദേഹം സന്തോഷപൂർവ്വം അവന്റെ അടുത്ത് പോയിരിക്കുകയാണ്. ഇന്നലെ ഈ നന്ദിനിക്ക് കുറച്ച് സാരികളൊക്കെ എടുത്തു കൊടുത്തു അല്ലേ, അതച്ഛൻ കണ്ടില്ലേ എന്ന് ചോദിക്കാൻ സൂര്യ. കണ്ടു, ഈ അച്ഛൻ സന്തോഷമായി എന്ന് പറയേണ്ട അദ്ദേഹം. അത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണോ അതോ ഇനി മുതൽ അങ്ങോട്ടേക്കും അങ്ങനെയാണോ എന്ന് ചോദിക്കാൻ ട്ടോ യതീന്ദ്രൻ സാർ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇനി മുതൽ എന്നും ടെക്സ്റ്റൈൽസിലേക്ക് വിളിച്ചു പറഞ്ഞ് ഓരോ സാരി ഇങ്ങോട്ടേക്ക് കൊടുത്തയക്കാം എന്ന് കളിയാക്കിക്കൊണ്ട് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇനി മുതൽ എന്നും അവളുടെ ആഗ്രഹങ്ങൾ നീ മനസ്സിലാക്കി കൂടെ ഇരുന്ന് ചെയ്തു കൊടുക്കുമോ എന്നാണ്. ഇന്ന് തന്നെ അവൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും. അവളുടെ മനസ്സറിഞ്ഞ് സ്വന്തം ഭർത്താവ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഏതൊരു ഭാര്യയും പുറമേ കാണിച്ചില്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. അത് എത്ര ചെറിയ സാധനങ്ങളായാലും ശരി. അവർ ചിലപ്പോൾ ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ പറയും. പുറമേക്ക് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിനുള്ളിൽ അവൾ സന്തോഷിക്കും. ഇത് കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നു, ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, നീ പതിയെ പതിയെ അവളുടെ മനസ്സുകൊണ്ട് അടുക്കണം. അവളുടെ മനസ്സുകളിലെ ആഗ്രഹങ്ങളെല്ലാം നീ ചോദിച്ചറിയണം. എന്നിട്ട് ഇതുപോലെ നടത്തി കൊടുക്കണം. അപ്പോഴേ നീ ഒരു പെർഫെക്റ്റ് ഭർത്താവ് ആവുകയുള്ളൂ. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മുതൽ എന്റെ ഭാഗത്തു നിന്നും ഒരു കുഴപ്പമില്ലല്ലോ? അപ്പോഴാണ് മുകളിൽ നിന്നും നന്ദിനി ഒരു പായവും പില്ലയുമായിട്ട് എടുത്ത് ഇറങ്ങി വരുന്നത്. അത് കണ്ടതും സൂര്യ, മോഹിനി, മാലിനി, ശാലിനി എന്നൊക്കെ ഉച്ചത്തിൽ വിളിക്കാൻ. അപ്പോൾ യതീന്ദ്രൻ സാർ ചോദിക്കുന്നുണ്ട്, മോൾ എങ്ങോട്ടേക്കാ പോകുന്നത്? ഞാൻ അടുക്കളയിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛാ എന്ന് ചോദിക്കാറിട്ട് സൂര്യൻ. ഞാൻ ഇന്നു മുതൽ അവിടെയാണ് ഉറങ്ങുന്നത്. ജോലിക്കാരുടെ സ്ഥലം അവിടെയല്ലേ? അവിടെ ആവുമ്പോൾ രാജുവേട്ടനുണ്ട്, സുമേച്ചിയുണ്ട്, എനിക്ക് അവരോടൊക്കെ വേണ്ടി പറഞ്ഞു വെക്കാം. ഈ റൂമിലാകുമ്പോൾ എനിക്കാകെ ഒരു വീർപ്പുമുട്ടലാണ്. ഇത് കേൾക്കുമ്പോൾ യതീന്ദ്രൻ സാർ സൂര്യയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്നലെ ഒക്കെ മോൾ ഇവിടെ ഉറങ്ങി? സൂര്യ പറയുന്നുണ്ട്, ഇന്നലെ റൂമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം നന്ദിനിയോട് പറയുന്നുണ്ട്, രാജുവും സുമയും ഒക്കെ ഈ വീട്ടിലെ ജോലിക്കാരാണ്. പക്ഷെ നിന്റെ സ്ഥാനം അവിടെയല്ലല്ലോ, നീ ഈ വീട്ടിലെ മരുമകളല്ലേ? അപ്പോൾ നന്ദിനി പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് എന്തിനാ സർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ വീട്ടിലെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. ഈ വീട്ടിലെ ഏറ്റവും വില കുറഞ്ഞ ജോലിക്കാർ, അതിനപ്പുറത്തേക്കുള്ള ഒരു സ്ഥാനവും എനിക്കിവിടെ ഇല്ല. പിന്നെ എവിടെ കിടന്നാലും എന്താ സാർ എന്നവൾ പറയാണ്ട്. അപ്പോൾ യതീന്ദ്രൻ സാർ പറയുന്നുണ്ട്, മോള് അവിടെ ചെന്ന് കിടക്കുന്നത് ഈ അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. ഇനി അവിടെ ചെന്ന് കിടന്ന രാജുവും സുമയൊക്കെ വിചാരിക്കില്ലേ നിങ്ങൾ തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്? ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് മോൾ ഇതെല്ലാം ഒന്ന് പൊരുത്തപ്പെടും. തൽക്കാലം നീ റൂമിലേക്ക് ചെല്ല് എന്ന് പറയാൻ. അപ്പോൾ സൂര്യയും, ചെല്ല് നന്ദിനി, അത് നമ്മുടെ റൂമല്ലേ എന്ന് പറയാണ്. അങ്ങനെ നന്ദിനി റൂമിലേക്ക് പോവാൻ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഹാവു സമാധാനമായി, അച്ഛൻ ആരാ മോൻ എന്ന് പറയാൻ ട്ടോ. അപ്പോൾ യതീന്ദ്രൻ സാർ സൂര്യയോട് ചോദിക്കുന്നുണ്ട്, നീ വിളിച്ചപ്പോൾ എന്താ അവൾ തിരിഞ്ഞു നിന്ന്? അത് പിന്നെ ഞാൻ തല്ലിപ്പൊളിയല്ലേ, എന്നെ അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്ന് പറയട്ടെ സൂര്യ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നിൽക്കാതെ? അച്ഛൻ നല്ലവനല്ലേ, അതുകൊണ്ട് അച്ഛന്റെ വാക്കുകൾ അവൾ അനുസരിച്ചു. അപ്പോൾ യതീന്ദ്രൻ സാർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ വിളിച്ചത് അവളെ മറ്റേതോ പെണ്ണുങ്ങളുടെ പേരാണ്, പക്ഷെ ഞാൻ വിളിച്ചത് അവളുടെ പേരാണ്. എടാ, നീ കുടിക്കുന്ന മദ്യത്തിന്റെ ബ്രാൻഡിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ സ്വന്തം ഭാര്യയുടെ പേരെങ്കിലും നിനക്ക് ഓർത്ത് നിന്നൂടെ? ഇത് കേൾക്കുമ്പോൾ സൂര്യ വല്ലാതെ ഒന്ന് ആവട്ടോ. അവൻ താഴേക്ക് നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാൻ എന്ത് പേര് വിളിച്ചാലും അവൾ അത് വിളിക്കും, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ സാർ പറയുന്നുണ്ട്, ഇത് നേരെ ചൊവ്വയുള്ള ഒരു വിവാഹമായിരുന്നെങ്കിൽ ഭാര്യയുടെ പേര് ഒന്ന് മാറി മറ്റേ സ്ത്രീകളുടെ പേര് വിളിച്ചാൽ പിന്നെ അവിടെ കൊലപാതകം വരെ നടക്കും എന്ന് പറയാൻ. അതുകൊണ്ട് നീ ഇനി തെറ്റി വിളിക്കാൻ പാടില്ല.
എന്റെ ഭാര്യയുടെ പേര് നന്ദിനി, അത് നീ പറ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സൂര്യയെ കൊണ്ട് പല പ്രാവശ്യം അത് പറയിപ്പിക്കാം. ഇനി നാളെ രാവിലെ ഞാൻ ചോദിക്കും, ആ സമയത്തെങ്ങാൻ ഞാൻ തെറ്റുത്തരം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയാൻ. അങ്ങനെ സൂര്യ എന്റെ ഭാര്യയുടെ പേര് നന്ദിനി നന്ദിനി എന്നും പറഞ്ഞുകൊണ്ട് നടന്നു പോവാൻ. എല്ലാം കണ്ട് യതീന്ദ്ര സാറ് ചിരിക്കുകയാണ്. അങ്ങനെ സൂര്യ റൂമിലെത്തുകയാണ് കേട്ടോ. ആ സമയം നന്ദിനി തറയിൽ പായ വിരിച്ചിട്ട് ഉറങ്ങാണ്. അവൻ ബെഡിൽ പോയി കിടന്ന് വീണ്ടും എന്റെ ഭാര്യയുടെ പേര് നന്ദിനി നന്ദിനി എന്നിങ്ങ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരം കേട്ടിട്ട് നന്ദിനി എണീക്കാൻ കേട്ടോ. സാർ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കാൻ. അതോ ഞാനെന്ത് പറഞ്ഞു? അല്ല, എന്തോ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതെന്താ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയാണ്. അതാണോ? അത് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. എന്റെ ഭാര്യയുടെ പേര് നന്ദിനി, നിനക്ക് മറ്റേതോ സ്ത്രീയുടെ പേരാണ് ഞാൻ വിളിക്കുന്നത്, അതൊന്നും ശരിയല്ല. ഇനി മുതൽ ഇങ്ങനെ പഠിക്കണം, ബൈഹാർട്ടാക്കി വെക്കണം, നാളെ രാവിലെ ചോദിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പഠിക്കുകയാണ് എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ആകെ ദേഷ്യം വരികയാണ്. സർ, എന്റെ പേര് നന്ദിനി, അങ്ങനെ പഠിച്ചാൽ മതി, അല്ലാതെ സാറിന്റെ ഭാര്യയൊന്നുമല്ലല്ലോ ഞാൻ, ഭാര്യയെ പോലെയല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യ, ആ അത് ശരിയാണല്ലോ, എന്റെ ഭാര്യയെ പോലെയുള്ളവളുടെ പേര് നന്ദിനി, എന്റെ ഭാര്യയെ പോലുള്ളവളുടെ പേര് നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സർ ഒന്ന് നിർത്തുന്നുണ്ടോ, മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കാതെ എന്ന് പറയാൻ. അങ്ങനെ വീണ്ടും സൂര്യ ബെഡിലേക്ക് ചാടുകയാണ്. എന്നിട്ട് അവിടെ കിടന്ന് ഇതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ ഭാര്യയുടെ പേര് നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദിനി ആട്ടെ ദേഷ്യം കൊണ്ട് ചെവിയും പൊത്തി അവിടെ തറയിൽ കിടക്കുകയാണ്. ആ സമയത്താണ് അതിലുള്ള പത്മം കടന്നു പോകുന്നത്. ഈ ശബ്ദം കേട്ട് അവളൊന്ന് എത്തി നോക്കണ്ട റൂമിലേക്ക്. അപ്പോൾ ബെഡിൽ കിടന്ന് എന്റെ ഭാര്യയുടെ പേര് നന്ദിനി എന്ന് സൂര്യ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. തറയിലാണെങ്കിലോ നന്ദിനി ചെവിയും പൊത്തി കണ്ണടച്ച് കിടക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരികയാണ്. അവിടെ നിന്ന് പോവാൻ കേട്ടോ. പതിയെ നന്ദിനി അവളുടെ ചെവിയിൽ നിന്നും കൈ പൊത്തിയത് മാറ്റുകയാണ്. അപ്പോൾ വീണ്ടും ഉച്ചത്തിൽ സൂര്യ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ വീണ്ടും ചെവി പൊത്തുകയാണ്. പിന്നീട് അല്പസമയം കഴിഞ്ഞ് കൈയെടുത്ത് നോക്കും, ശബ്ദമൊന്നും കേൾക്കാനില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ആശ്വാസമാവുകയാണ്. സൂര്യ നല്ല ഉറക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. നന്ദിനിയുടെ മുത്തശ്ശിയും അച്ഛനും സഹോദരിമാരും ഒരു വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ സഹോദരി പോയിട്ട് ഒരു ചായക്കിട്ട് എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, താനൂരമ്മയുടെ പുണ്യം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിയത്, ഇല്ലെങ്കിൽ നമുക്ക് തങ്ങാൻ ഈ രാത്രി എവിടെ നിന്ന് വീട് കിട്ടാനാ. അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളെയും കൊണ്ട് ഞാൻ എവിടെ പോകും എന്ന് ഞാൻ ആ വണ്ടിയിലിരുന്ന് ആലോചിക്കുമ്പോഴാണ് ആ സിമന്റ് കരക്കാരൻ അജയൻ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, നിങ്ങൾ അവിടെ കയറി താമസിച്ചോ എന്ന്. അതുകൊണ്ട് നിങ്ങളെയും കൊണ്ട് എനിക്ക് ഇവിടേക്ക് പോരാൻ പറ്റി എന്ന് പറയാൻ കേട്ടോ. പക്ഷെ പ്രിയങ്കമ്മയുടെ സ്കൂളിലേക്ക് ഇവിടെ നിന്നും അധികം ദൂരമുണ്ട്, അതാണല്ലോ ആകെയുള്ള പ്രശ്നം എന്ന് പറയാനേ. അപ്പോൾ മറ്റുള്ള പറയുന്നത്, അത് പ്രശ്നമില്ല അച്ഛൻ, ഞാൻ കോളേജിൽ പോകുമ്പോൾ ഇവിടെ സൈക്കിളിൽ കൊണ്ടുവിടാം. അപ്പോൾ ആ പ്രശ്നം പരിഹാരമായില്ലേ എന്ന് പറയാൻ. എന്താ നമുക്ക് ചേച്ചിയൊന്ന് കാണണം, വിളിച്ചാലും ചേച്ചിയോട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാൻ. അപ്പോൾ മുത്തശ്ശിയും പറയുന്നു, സുദേവ നമുക്കൊന്ന് അവളെ പോയി കാണണ്ടേ. അപ്പോൾ സുദേവൻ പറയുന്നുണ്ട്, അതെ അമ്മ, അവളുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വിഷുവല്ല, എന്തെങ്കിലും 2 പേർക്കും വാങ്ങിച്ചു കൊടുക്കും, ഒരു കൂടി ഡ്രസ്സെങ്കിലും വാങ്ങിക്കണം, അവളുടെ ഭർത്താവിന് ഒരു തരി പൊന്നെങ്കിലും കൊടുക്കണം എന്ന് പറയാം. ഒരു തരി പൊന്നോ എന്ന രീതിയിൽ മുത്തശ്ശി അന്തം വിട്ട് ചോദിക്കാൻ. അതെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പിന്നെ അലമാരയിൽ നിന്നും ഒരു ബോക്സ് എടുത്തുകൊണ്ട് വരികയാണ്. അതിൽ നിന്നും ഒരു റിങ് എടുത്ത് കാണിക്കുകയാണ്. സുദേവ, റിങ്ങോ ഇതെവിടുന്ന എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അന്നേ നന്ദിനി അവളുടെ കമ്മല് പൊട്ടിയപ്പോൾ അച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട്, പിന്നെ അവളുടെ കയ്യിൽ ഒരു പൊട്ടിയ റിങ്ങും ഉണ്ട്, പിന്നെ കുറച്ച് ക്യാഷും കൂടി ചേർത്ത് ഒരു അവന്റെ മോതിരം കിട്ടും, സൂര്യ സാറുടെ വിവാഹത്തിന് നമുക്കത് ഗിഫ്റ്റായി കൊടുക്കണം അച്ഛ എന്ന് അവൾ പറയുന്നത് കേട്ടോ. എന്നിട്ട് അവൾ സൂര്യയുടെ വിരലിന്റെ അടയാളം ഒരു നൂല് വെച്ച് അളന്നെടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിൽ സംശയിക്കണം സുദേവ, ഇതിനു വേണ്ടിയിട്ടായിരിക്കും ദേവി അത് മാറ്റി വെച്ചിരിക്കുന്നത്, നീ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയാൻ കേട്ടോ. എങ്കിൽ നമുക്ക് എല്ലാവർക്കും നാളെ ചേച്ചിയെ കാണാൻ പോവുകയല്ലേ മക്കളെ എന്ന് ചോദിക്കാം. വേണം അച്ഛാ, പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടമാകുമോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയട്ടെ പ്രിയങ്ക മോള്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ ദൂരെ നിന്നെങ്കിലും കാണണം എന്ന് പറയാണ്. എങ്കിൽ എല്ലാവരും വേഗം പോയി കിടക്കുക, നമുക്ക് രാവിലെ തന്നെ പോകാമെന്ന് പറയാണ്ട്. അങ്ങനെ എല്ലാവരും കിടക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് കാണിക്കാൻ അടുത്ത ദിവസം രാവിലെയാണ്. ഒരു ഓട്ടോയിൽ ചെന്ന് അവർ സൂര്യയുടെ മുന്നിൽ ഇറങ്ങാൻ. അങ്ങനെ നന്ദിനിക്കും സൂര്യക്കുമുള്ള ഡ്രസ്സും അവർക്കുള്ള റിംഗ് സാധനങ്ങളുമായിട്ട് അവർ ആ വീട്ടുമുറ്റത്തൂടെ നടക്കാൻ. അപ്പോഴാണ് നന്ദിനി ഫ്രണ്ടിൽ തന്നെ തുടക്കുന്നത് കാണുന്നത്. അവൾ ഇവരെ കണ്ടതും അവൾക്ക് സന്തോഷമാവുകയാണ്. അവൾ അച്ഛ അച്ഛമ്മ എന്നൊക്കെ വിളിച്ച് ഓടി അവരുടെ അടുത്തേക്ക് അടുക്കുകയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് വാ അച്ഛ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് അടുക്കളവാതിൽ വഴി നന്ദിനി അവരുടെ അകത്തേക്ക് അയറ്റുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ അടുക്കളയിരുന്ന് അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മോഹൻ ഇവിടെ സുഖമാണ്, കാര്യങ്ങളെല്ലാം നിന്റെ അച്ഛൻ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു, കേട്ടപ്പോൾ ഒത്തിരി വിഷമമായി മോളെ. എന്റെ മോൾക്ക് ഇവിടെ എങ്ങനെയാണ് കഴിയുന്നത്, എന്തിന്റെ വിലയാണ് ഉണ്ടാവുന്നതെന്നും ഈ മുത്തശ്ശിക്ക് അത് സങ്കല്പിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. എന്റെ കുഞ്ഞ് ശരിക്കും പെട്ടു അല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി നന്ദിനിയോട് സംസാരിച്ചുകൊണ്ട് കരയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, മുത്തശ്ശി വിചാരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ, സൂര്യ സാറ് എന്നെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ യതീന്ദ്രൻ സാറിന്റെ കാര്യം പറയാൻ, ഒരച്ഛനെ പോലെ തന്നെ എന്റെ കൂടെ എല്ലാത്തിനും കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ പത്മ മാഡം അവരൊക്കെ അല്പം അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി, എനിക്ക് ഇവിടെ ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്നൊക്കെ അവരോട് മനഃപൂർവ്വം ഉണ്ടാക്കി പറയാൻ കേട്ടോ. അപ്പോഴേക്കും രാജുവും അവിടെ എത്തിയിട്ടുണ്ട്. ആഹാ, എല്ലാവരും കൂടി ഉണ്ടല്ലോ. നന്ദിനി മോൾ ഇന്ന് രാവിലെ വരെ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല,
നിങ്ങളൊക്കെ കാണാൻ അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ. എന്തായാലും അവളുടെ മനസ്സറിഞ്ഞ് നിങ്ങൾ ഇങ്ങ് എത്തിയല്ലോ എന്നൊക്കെ പറയാൻ. എന്നിട്ട് മോളെ അവർക്ക് ഭക്ഷണം കൊടുക്ക് എന്നൊക്കെ പറയാൻ. അപ്പോൾ നന്ദിനി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ മുത്തശ്ശി അച്ഛ എന്നൊക്കെ. ഇല്ല മോളെ, രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയാൻ ട്ടോ. അങ്ങനെ അവരെല്ലാവരെയും അവൾ അടുക്കളയിലെ ടേബിളിൽ ഇരുത്തുകയാണ്. എന്നിട്ട് അവർക്കെല്ലാം ഭക്ഷണം വിളമ്പുകയാണ് ട്ടോ. ആ സമയത്താണ് അവിടേക്ക് ഇന്ദ്രജയും വേദയും എത്തുന്നത്. അവർ ഈ ഒരു സീന് കാണുകയാണ് ട്ടോ. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിലൊന്നും അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നമുക്കെന്തേലും അമ്മയെ അമ്മ ഇതൊന്ന് കാണട്ടെ, എന്താ ഉണ്ടാവുന്ന നമുക്ക് നോക്കാമല്ലോ എന്ന് പറയാൻ. അങ്ങനെ അകത്ത് പോയി അവർ പത്മത്തെ വിളിക്കാൻ ട്ടോ. അങ്ങനെ പത്മം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാരണം അവൾ ആ തൊങ്ങൻ തോപ്പിൽ നിന്നും ഇറക്കി വിട്ടവരാണല്ലോ ഇവർ. എന്നിട്ട് ഇവിടേക്കാണ് വസ്തുക്കൾ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് അവൾ വരുന്നത്. പത്മയെ കണ്ടതും എല്ലാവരും ഒന്ന് പേടിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ് ട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഇനി അധികം ഇവിടെ നിൽക്കണം, പെട്ടെന്ന് തന്നെ പൊക്കോളൂ, എന്നെ കാണാൻ നിങ്ങൾ വന്നത് കണ്ടു കഴിഞ്ഞില്ലേ എന്ന് പറയാൻ. അപ്പോൾ അവളുടെ ഈ പെരുമാറ്റ രീതി കാണുമ്പോൾ അവർക്കെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുകയാണ്. അങ്ങനെ പത്മം ചോദിക്കുന്നുണ്ട്, ഓഹോ നിങ്ങൾ ഇവിടെയും എന്തിനാ ഇങ്ങോട്ടേക്ക് നിങ്ങൾ കയറി വന്നത്, ആരാ നിങ്ങളെ സ്വീകരിച്ച് ഇവിടെ എത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനിയുടെ അനിയത്തിയൊക്കെ ആകെ പേടിച്ച് ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പൊക്കോണം, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിക്കോണം, പോകാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയാൻ ട്ടോ.